ചേർത്തല തിരോധാന കേസിന് പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രതി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ എന്ന സംശയമാണിപ്പോൾ ബലപ്പെടുന്നത്. പ്രതി 5-ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയെന്നാണ് സംശയം. 2006 മുതൽ കാണാതായ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലും 1-ാം പ്രതിയാണ് സെബാസ്റ്റ്യൻ. ചേർത്തലയിലെ വീട്ടിൽ കുഴിച്ചിട്ടത് ബിന്ദുവിനെയാണോ? അതാണ് അന്വേഷണ സംഘത്തിന്റെയും നാട്ടുകാരുടെയും സംശയം. ആദ്യം നമുക്ക് ശരത്തിലേക്ക് തന്നെ പോകാം. ശരത് സർ, ഗുഡ് മോർണിംഗ്. സെബാസ്റ്റ്യൻ കൊന്നിട്ടുണ്ട്. അത് 1 2 അല്ല, പലരെയാണ്. അതിലേക്കൊക്കെ എത്താൻ സഹായിക്കുന്ന തെളിവുകൾ അവിടെ ഗ്രാനൈറ്റ് പാകി കിടക്കുന്ന ആ തറയ്ക്കടിയിലുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കിട്ടിയ മൃതദേഹം ആരുടേതാണെന്ന് എപ്പോൾ അറിയാൻ കഴിയും? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. നിലവിലെന്തായാലും ഇന്നും സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചേർത്തലയുള്ള സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. കഴിഞ്ഞ ദിവസം ഈ വീട്ടിലായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ വീടിനകത്തോ പുറത്തോ തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള സംശയമാണ് പ്രധാനമായും അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പിനെ സെബാസ്റ്റ്യനെ ഈ വീട്ടിലേക്ക് എത്തിക്കുക. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടിനകത്തുള്ള ഒരു ഗ്രാനൈറ്റ് അത് സംശയം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വീടിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ ടൈലാണ് പാകിയത്. പക്ഷേ ഒരു ഭാഗത്ത് മാത്രം അത് ഗ്രാനൈറ്റ് വെക്കുന്നു. അന്ന് ഈ നിർമ്മാണ സമയത്ത് പോലും ഈ ജോലിക്കാരനോട് പിന്നീട് വരാൻ ആവശ്യപ്പെട്ട ശേഷമാണ് അങ്ങനെ ഒരു ഗ്രാനൈറ്റ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. അതുൾപ്പെടെ ഒളിച്ച് പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനകം തന്നെ RDOടക്കം അനുമതി തേടിയിട്ടുണ്ട്. നിലവിൽ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അത് ഒളിച്ചു പരിശോധിക്കാനാണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചേർത്തലയിൽ തിരോധാന കേസിൽ തന്നെ ഏറ്റവും പ്രമാദമായ കേസ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസാണ്. 2017 ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഇത്തരത്തിലൊരു പരാതി ആഭ്യന്തര വകുപ്പിന് നൽകുന്നത്. ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതിയായിരുന്നു. അതിന് പ്രധാനമായും ഒരു ആധാരം, അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പ്രധാന കാരണമായി വന്നത് ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തും മറ്റ് സമ്പാദ്യങ്ങളും ഒക്കെ തന്നെ ഈ പലരും കൈക്കലാക്കുന്ന ഒരു സാഹചര്യം വന്നു. ഏറ്റവും ഒടുവിൽ എറണാകുളം ഇടപ്പള്ളിയിലുള്ള സ്വത്തും ഇത്തരത്തിൽ കൈക്കലാക്കാൻ വ്യാജരേഖകൾ സമർപ്പിച്ച് കൈക്കലാക്കാൻ ഒരു ശ്രമം നടന്നത് പ്രവീൺ അറിയുകയും ചെയ്തു. ഇങ്ങനെയാണ് സഹോദരൻ പ്രവീൺ 2017 ബിന്ദുവിനെ കാണാനില്ലെന്നൊരു പരാതി ആദ്യം നൽകുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിസ്ഥാനത്തേക്ക് ഈ സെബാസ്റ്റ്യൻ വരികയും ചെയ്യുന്നത്. അതുവരെ നാട്ടുകാരുടെ മുന്നിലൊക്കെ തന്നെ ഒരു മാന്യമുഖമുള്ള അല്ലെങ്കിൽ സൽസ്വഭാവനായ ഒരു ആളായിരുന്നു സെബാസ്റ്റ്യൻ. പക്ഷേ പിന്നീട് ബിന്ദു തിരോധാന കേസിൽ പ്രതിയായതോടുകൂടി തന്നെ സെബാസ്റ്റ്യൻ നാട്ടുകാരിൽ നിന്ന് അകലുന്നു. ആ സമയത്ത് ബിന്ദുവിനെ ചേർത്തലയിലെ മൃതദേഹം ബിന്ദുവിന്റേതാണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ ശരത്ത്. മറ്റു കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, നമുക്ക് അതിലേക്ക് കൂടി പോകാം. 2012 ചേർത്തല ശാസ്താംകോല സ്വദേശി ഐഷയെ കാണാതായി. ജൈനമ്മ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന വിവരം ലഭിച്ചു. പക്ഷേ ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണെന്ന് കണ്ടെത്താൻ ചേർത്തല പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. SS ശരൺ നമുക്കൊപ്പമുണ്ട്. SS ശരൺ, പല പേരുകളാണ്, പക്ഷേ സ്ത്രീകളെ ഇവിടെ എത്തിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു സംശയത്തിലേക്ക്, നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സാഹചര്യം. ഐഷയാണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൃതദേഹത്തിന്റെ ഉടമ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം ആ ക്ലിപ്പിട്ട പല്ല് ഒരു പ്രധാന തെളിവായി മാറുകയാണ്. സാമ്പത്തിക ഇടപാടുകൾക്ക് ശേഷം കൊലപ്പെടുത്തിയോ ഐഷയെ, കുഴിച്ചിട്ടോ ഐഷയെ? ഇപ്പോൾ അന്വേഷണ വഴിയിൽ എന്തൊക്കെയാണ് ബോധ്യപ്പെടുന്നത്? SS ശരൺ. സുജയ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തിരോധാന കേസുകളിൽ വഴിത്തിരിവുണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. എന്തായാലും ഈ ഐഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. അതായത് ഐഷ നേരത്തെ പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ഈ വീട്ടിൽ, എനിക്ക് പിന്നിലായി കാണുന്ന ശാസ്താംകവലയിലെ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് പിന്നീട് കാണാതാവുകയും ചെയ്തിരുന്നത്. 2012 സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഐഷയെ കാണാതായത് മുതൽ ഈ വീട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. അന്ന് ഐഷ ഭക്ഷണം പാചകം ചെയ്യുന്നു. അതിനുശേഷം ബാങ്കിലേക്ക് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് ഐഷയെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരാതി ലഭിച്ചതിന് പിന്നാലെ ചേർത്തല പോലീസ് അന്വേഷണം നടത്തുന്നു. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ചിരുന്ന വിവരം, ഈ സെബാസ്റ്റ്യൻ, മറ്റ് തിരോധാന കേസുകളിലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറിയിരുന്നത് ഐഷയുടെ അയൽവാസിയായ റോസമ്മ നൽകിയ മൊഴിയാണ്. റോസമ്മ പറഞ്ഞിരുന്നത് സെബാസ്റ്റ്യനും ഐഷയും ഒരുമിച്ച് തൻ്റെ വീട്ടിലേക്ക് ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. അവിടെ വച്ച് ഈ സ്ഥലം ഇടപാടുകൾ അടക്കം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് ഐഷയെ കാണാതായതിനു ശേഷം ഐഷയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തനിക്കൊരു കോള് വന്നിരുന്നു എന്നുള്ള കാര്യവും റോസമ്മ മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു. ഇത്രയും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നെങ്കിൽ പോലും പോലീസിന് ഈ ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഐഷയുടെ ബന്ധുക്കൾ നമുക്കൊപ്പം ചേരുകയാണ്. ഐഷയെ കാണാതായിട്ട് 13 വർഷം പിന്നിട്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്? 2012 മെയ് മാസത്തിലാണ്
ഞങ്ങളുടെ അമ്മയെ കാണാനില്ലാഞ്ഞത്. അത് ഈ പറഞ്ഞ റോസമ്മയാണ് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്നത്, നിങ്ങളുടെ വാപ്പാടുത്ത് പറയുന്നത് സഹോദരി 3 ദിവസമായിട്ട് കാണാനില്ല, അപ്പോൾ എവിടെ പോയെന്ന് അന്വേഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും വന്ന് ഇവിടെ നോക്കുന്ന രീതിയല്ലായിരുന്നു. അപ്പോൾ അവരുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധം. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം 2 ദിവസമായി ആ മുറ്റത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഇലയൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ആളില്ല എന്ന് മനസ്സിലായി. അപ്പം ചേർത്തല പോലീസിൽ ഞങ്ങൾ പറഞ്ഞ്, അപ്പോൾ അവർ വന്ന് അവരുടെ സാന്നിധ്യത്തിൽ പൂട്ട് പൊളിച്ച് അകത്ത് കയറി. അപ്പം അകത്തെ അവസ്ഥ ഭക്ഷണം പാചകം ചെയ്ത് ചോറൊക്കെ ഊറ്റി വെച്ചിരിക്കുകയാണ്, ചിക്കൻ കറി അങ്ങനെയെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആള് മിസ്സിങ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നാണ് മനസ്സിലായത്. ഈ തിരോധാനത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ സെബാസ്റ്റിന് പങ്കുണ്ടെന്നുള്ളത്? സെബാസ്റ്റിൻ്റെ പങ്ക് കാരണം ഈ പറഞ്ഞ റോസമ്മയുടെ ഒരു സുഹൃത്താണെന്നു ഈ സെബാസ്റ്റിൻ. കാരണം അവിടെ ഞങ്ങൾ കാണുന്നതാണ് ഇയാൾ അവിടെ വന്ന് പോകുന്നതൊക്കെ. പിന്നീട് ഞങ്ങളുടെ അമ്മായിയുമായിട്ടും ഇയാൾ അടുപ്പത്തിലായി. അതായത് ആ രൂപത്തിൽ റോസമ്മ അടുപ്പത്തിലായി അവിടെ നിൽക്കുന്ന ഒന്നിച്ച് നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ആൾ അങ്ങനത്തെ ഒരാളാണെന്ന് പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി. പക്ഷേ അത് ഉറപ്പിക്കാനുള്ളതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ആ വഴിയാണ് എന്നുള്ളതൊന്നും. അപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു, പോകാറില്ല മുൻപ് ജോലി ചെയ്ത സ്ഥലങ്ങൾ, അവിടെ താമസിച്ച വീടുകൾ. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നെങ്കിലും അവിടെ നിന്നും യാതൊരു ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ എല്ലാ വർഷവും അവർ അന്വേഷണ പുരോഗതിക്ക് വീട്ടിൽ വരും, ഇപ്പം എങ്ങനെയാണെന്നുള്ള. അപ്പം പിന്നീട് റോസമ്മ ഒരിക്കൽ പറയുകയുണ്ടായി, 2 ദിവസം കഴിഞ്ഞിട്ട് കോള് വന്നിട്ട് പക്ഷേ അറ്റൻഡ് ചെയ്തിട്ട് അവിടെ നിന്നൊന്നും പ്രതികരിക്കുന്നില്ല. തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോഴും കോൾ എടുത്തു, അപ്പം ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ആളുണ്ട് എന്നുള്ളൊരു ഇത് പറഞ്ഞുവെങ്കിലും പക്ഷേ അത് എത്രത്തോളമാണെന്നൊന്നും നമുക്കതിൻ്റെ അറിയില്ല. ചേർത്തല പോലീസ് അന്വേഷണം ഇതുവരെ ബന്ധപ്പെട്ട ഒരു വർഷം നടക്കുന്നില്ല. ആ വർഷം നല്ലപോലെ അവരിങ്ങനെ വരികയും അന്വേഷണത്തിന്റെ പുരോഗതിയൊക്കെ നല്ല ഇതാക്കി നടന്നു. തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണോ? അതാണ് അറിയേണ്ടത്. ഐഷയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് SS ശരൺ എടുത്തത്. നമുക്ക്